glorious moments. നിൽക്കണേ. യഹോവ കത്തോലിക്ക സഭ ഇപ്പം ആൻഡോ ബ്രദർ പറയുന്നു, കത്തോലിക്ക സഭയിൽ യഹോവ എന്ന നാമകരണത്തിൽ അവർ ദൈവമായിട്ട് അതിനെ ആരാധിക്കുന്നില്ല എന്നാണ് ആൻഡോയുടെ വാദം. നോയൽ പറയുന്നു യഹോവ എന്നുള്ളത് അവരുടെ CCC എന്താ 203 അത് പറയുന്നു. അപ്പൊ ആ വാദം പിൻവലിച്ചു. ഇനിയും ബാധ്യത വീണ്ടും കിടക്കുകയാണ്. നോയൽ യഹോവയാണ് കത്തോലിക്കക്കാരുടെ ദൈവം എന്നുള്ള ആർഗ്യുമെന്റ് കൊണ്ടുവന്നത് തെളിയിക്കണം. ഞങ്ങളുടെ കുർബാനത്തിൽ യഹോവയ്ക്ക് ആരാധിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. സീറോമലബാർ സഭയുടെ അംഗീകാരത്തോടുകൂടിയാണ് ഇത് തന്നെയാണ് നോയലെ ഞാൻ പറഞ്ഞത്. ഈ മലയാളം കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. ഇതിന്റെ ഒറിജിനൽ വേർഷനിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ല നോയലെ. അത് കാണിക്ക്. ഇതിന്റെ ഒറിജിനൽ വേർഷനിൽ ഇങ്ങനെ ഒരു ഐറ്റം ഇല്ല. ഒറിജിനൽ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി നിവേദനം ഇട്ടുകൂടെ? എന്തുകൊണ്ട് ഇതിന്റെ ഒറിജിനൽ പറയാത്ത കാര്യം ഞങ്ങളുടെ അയ്യോ, ഇത് റിവൈസ് ചെയ്യും. ഒരു മിനിറ്റ്, ഇതിന്റെ ഒറിജിനല് 206 ഇത് തന്നെയാണല്ലോ കാണുന്നത്. 206 ഇവിടെ ഐ ആം എന്നുണ്ടല്ലോ. ഐ ആം ആരാണ്? ഞാൻ ദൈവമല്ലെന്ന് പറഞ്ഞായിരുന്നു. YHW നമ്മുടെ വ്യക്തമായിട്ടുണ്ടല്ലോ. YHW ദൈവമല്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. YHW ദൈവമല്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് യഹോവയല്ല. ഓ, പിന്നെ അതിന്റെ പ്രൊനൗൺസിയേഷൻ പറയൂ. അതിന്റെ റിയൽ പ്രൊനൗൺസിയേഷൻ ആർക്കും അറിയത്തില്ല. അതിന്റെ പ്രൊനൗൺസിയേഷൻ മറിഞ്ഞിരിക്കുമല്ലേ. നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് 206 വായിക്കണോ? ഇംഗ്ലീഷിൽ വായിച്ചോ? ഞാൻ വായിക്കും. താങ്ക് യു. 206. In revealing his mysterious name, YHWH, in bracket, I am the who is, I am who I am, or I am who I am. God says who he is, and by that name he is to be called. The divine name is mysterious, just as God is mystery. It is at once a name revealed and something like the refusal of a name, and hence it is better express God as what he is, infinitely above everything that we can understand or say. He is the hidden God. His name is ineffable, and he is the God who makes himself close to men. അവിടെ യഹോവ എന്ന് കാണാനുള്ള കേട്ടോ. യഹോവ എന്ന് മാത്രമല്ല അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഇതുകൊണ്ട് ഒരു പേര് നിഷേധിക്കുന്നതിന് തുല്യമാണ്. അതായത് ദൈവത്തിന് ഒരു പേര് നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഒരു പേരിൽ ഒതുങ്ങുന്നവനല്ല എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. അപ്പൊ നിങ്ങൾ കൊണ്ടുവരുവാണ്, ഇല്ലടാ ഒരു പേരുണ്ടെന്ന്. അവിടെ വ്യക്തമായിട്ട് എഴുതിയേക്കുന്നതാ, പേരില്ല. ഈ YHWHനെ നമ്മള് ഈ ലഘൂകരിച്ച് പല പല ഭാഷകളിലേക്ക് വന്ന് വിളിക്കുന്ന പേരല്ലേ ഈ പറയുന്ന യഹോവ എന്നുള്ളത്. യഹോവ എന്ന് പേരുള്ള വേറൊരു ആളുണ്ട് ചങ്ങാതി, വെറും പെണ്ണുപിടിയായിട്ടിരുത്തൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യഹോവയാണെന്ന് പറയുന്നേ ഇല്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അവിടുത്തെ ഐ ആം യഹോവയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അവിടെ പറഞ്ഞില്ലല്ലോ. ഇങ്ങനെയുള്ള ഒരു മിനിറ്റ് ഇങ്ങനെയാണെങ്കിൽ കർത്താവ് ദൈവമാണോ? എസോർണോ പറഞ്ഞാൽ മതി. കർത്താവ് പല കർത്താക്കന്മാരുണ്ട്. ഞാൻ ചോദിച്ചത് കർത്താവ് ദൈവമാണോ എന്നാണ്. കർത്താവ് എന്ന വാക്കുകൊണ്ട് പല കാര്യങ്ങളെ ഉദ്ദേശിക്കുന്നുണ്ട്, പലരെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഏത് കർത്താവ്? പക്ഷെ ദൈവം കർത്താവാണ്. ഒരു മിനിറ്റ് യേശു കർത്താവാണോ എന്റെ ബ്രദർ? എസോർണോ പറഞ്ഞാൽ മതി. യേശു കർത്താവാണ്. ഓക്കെ, അപ്പൊ യേശു കർത്താവാണ് എന്ന് പറയുന്ന ഒരു കത്തോലിക്ക സഭയുടെ ഒരു പഠനം കാണിക്കാൻ പറ്റുമോ? അവിടെ മുഴുവൻ അതല്ലേ എഴുതി വെച്ചത്? നിങ്ങളെ ബൈബിൾ എടുത്ത് വായിച്ചു. കർത്താവെന്നുണ്ടോ? കർത്താവ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടോ? ലോഡെന്നല്ല, കർത്താവെന്നില്ലല്ലോ. കർത്താവ് എന്ന് പറഞ്ഞത് കർത്താവിന്റെ ഇംഗ്ലീഷ് എന്തുവാ? ഇതുപോലെ തന്നെ ഈ കർത്താവിന്റെ ഇംഗ്ലീഷ് എന്തുവാ? ലോഡെന്നല്ലേ? YHWHന്റെ മലയാളം ഒരു മിനിറ്റ് കർത്താവെന്നുള്ളത് ലോഡാണെന്ന് CCCയിൽ എവിടെങ്കിലും പറയുന്നുണ്ടോ? ഡിക്ഷണറിയാണ്. ഡിക്ഷണറിയാണ്. ലോഡിന്റെ അർത്ഥം നോക്കണം. CCCയിൽ പറയുന്നുണ്ടോ? ഇതുപോലെ തന്നെ ബാലിശമായിട്ടുള്ള ഒരു പൊട്ടത്തരമാണ്. ഇതുപോലെ തന്നെ ബാലിശമായിട്ടുള്ള പൊട്ടത്തരമാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഐ ആം. അവിടെ കൊടുത്തിരിക്കുന്ന ഐ ആം അത് യഹോവയാണ് എന്ന് ഏത് അന്തനും അറിയാം. ഏത് അന്തനും അതറിയാം. ചേട്ടാ അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട്. അവിടെ പേരുണ്ടെന്നാണ്, പേര് നിഷേധിക്കുകയാണെന്നാണ് എഴുതിയത്. അവിടെ പേര് എന്ന് വായിച്ചു. നോലൊന്ന് വായിച്ച്. DP ഇട്ടതാണെന്ന് വായിച്ച്. നോല് തന്നെ വായിച്ചു. ഞാൻ DP മാറ്റിയെന്ന് തോന്നുന്നു. ഇല്ലല്ല, നോല് ഇപ്പൊ DP കിടക്കുന്ന സാധനം തന്നെ. നോലത് വായിച്ചത്.
മോശ ദൈവത്തോട് പറഞ്ഞു, ഞാൻ അതല്ല, ഇത് ഇസ്രായേൽ താഴത്തെ മക്കൾ അതും വേണേ വായിച്ചോ. മോശ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ മക്കളിലേക്ക് അയച്ചു എന്ന് പറയണം. അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇസ്രായേൽ മക്കളോട് പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ മക്കളിലേക്ക് അയച്ചിരിക്കുന്നു. എന്നേക്കും ഇതാണ് എന്നേക്കും എന്റെ നാമധേയം, അതായത് ഞാനാകുന്നവൻ. എന്നിട്ട് അതിന്റെ താഴേക്കാണ് നമ്മൾ ഈ YHWH ഞാനാകുന്നു എന്ന തന്റെ നിഗൂഢ നാമത്തെ വെളിപ്പെടുത്തുക വഴി താൻ ആരെന്നും ഏത് നാമത്തിൽ തന്നെ വിളിച്ചപേക്ഷിക്കണമെന്നും ദൈവം അറിയിക്കുന്നു. യാഹ്വേ എന്ന പദത്തിന്റെ അർത്ഥം ഞാൻ ആയിരിക്കുന്നവനാകുന്നു, അയാം ഹു അയാം എന്നാണ് ഈ ദൈവനാമം. ദൈവത്തെ പോലെ തന്നെ നിഗൂഢമാണ്, ഇത് വെളിപ്പെടുത്തപ്പെട്ട ഒരു പേരാണ്. അതേസമയം ഏതെങ്കിലും ഒരു പേര് നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഈ പറയുന്ന ഇതിനെക്കാട്ടിലും ഈ ക്രക്സ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിനെക്കാട്ടിലും കൂടുതൽ വളരെ എലാബറേറ്റ് ആയിട്ട് അതിന്റെ കൃത്യമായ അർത്ഥമാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. ഇത് കൃത്യമായിട്ട് ഇതിനകത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മലയാളത്തിന് സാധിച്ചിട്ടില്ല. നിങ്ങളോട് അതുകൊണ്ടാണ് ഇംഗ്ലീഷോ ലാറ്റിനോ എടുത്ത് വായിക്കാൻ പറയുന്നത്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇറ്റ്സ് ഡിനൈങ് എ നെയിം ലൈക്ക് ഗോഡ് ഈസ് മിസ്റ്റീരിയസ്. ദൈവം മിസ്റ്റീരിയസ് ആയിരിക്കുന്ന മാതിരി തന്നെ ഈ നാമവും ഇതൊരു നാമനിഷേധമാണ്. ദൈവം എങ്ങനെ ആയിരിക്കുന്നു എന്ന് പറയാനാണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന്. അവിടെ ഒരു നാമം ഉണ്ടെന്ന് പറയുന്നില്ല. കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ പേരുള്ള ദൈവം ഇല്ല. കത്തോലിക്ക സഭ ദൈവത്തെ സ്കൂളിൽ ചേർത്തിട്ടില്ല, വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല. കത്തോലിക്ക സഭയുടെ ദൈവം മറ്റേ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല. ട്രിബ്യൂട്ടാണ്, പേരല്ല. ഓക്കെ. ഇതുപോലെ തന്നെ തിരിച്ചിട്ട് ഞാനും ചോദിക്കുകയാണ്, ഈ പറയുന്ന യേശു കർത്താവാണെന്ന് പറഞ്ഞില്ല, അപ്പൊ കർത്താവ് എന്ന് CCCയിൽ പറയുന്നുണ്ട്. ലോഡ് എന്നുള്ളതല്ല, കർത്താവ് എന്ന് പറയുന്നുണ്ടോ? എന്താ എന്റെ ബ്രദറെ CCC എന്ന് കാണിക്കണം? ഇതുപോലെ തന്നെ അവിടെ എങ്ങനെയാണ് കാലക്രമേണ വിശ്വാസ പ്രമാണത്തിന്റെ എങ്ങനെയാണ് യഹോവ നായി തീർന്നെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പർട്ടിക്കുലർ പോർഷൻ ഒരു കാര്യം വളച്ചൊടിക്കരുത്. അത് പറഞ്ഞുതരാം. യഹോവ നായി തീർന്ന എങ്ങനെയാണ് കഥ പറഞ്ഞുതരാം. അതായത് സമാധാനപ്പെടും. ഇത് CCCക്കകത്ത് ഇതുണ്ട് സാധനം. ഇപ്പൊ അത് തർക്കം വേണ്ട. ഈ പറഞ്ഞിരിക്കുന്ന കർത്താവ് എന്ന് പിന്നെ യേശുക്രിസ്തുവിനെ വിളിക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ട് CCCയില്. ഇല്ലെന്നൊന്നുമല്ല, നോയല ചുമ്മാ ബാലിശമായ വാദങ്ങളൊക്കെ വെക്കാതെ. കത്തോലിക്ക സഭയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കർത്താവ് എന്ന് കൊടുത്തിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഉണ്ട്. ഒഫീഷ്യൽ സൈറ്റ് അത് സിമ്പിൾ ആണ്. അവര് വിശ്വാസ പ്രമാണം അംഗീകരിക്കുന്നവരല്ലേ? വൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്നും പറഞ്ഞ് അല്ല അവൻ ചോദിക്കുന്നത് അല്ല നോയല് പറയുന്ന പോയിന്റ് ഉണ്ട്. കാരണം മലയാളത്തിലാണല്ലോ കർത്താവ് എന്ന് എഴുതുക, ഇംഗ്ലീഷിലുള്ള സ്പെക്റ്റിൽ എങ്ങനെയാണ് കർത്താവ് എഴുതിയിട്ടുണ്ടെന്നാണോ ചോദിച്ചത്? എടാ അത് മലയാളം CCCയിൽ ഉണ്ടോടാ? നോയലെ ഈ YHWH എന്ന് പറഞ്ഞാല് ഞാനാകുന്നല്ലേ? അതെ. അപ്പൊ നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്കി അവിടെ നമ്മളെ കളിപ്പിച്ചില്ല. കാരണം ഞാനാകുന്നു എന്നാ വരുന്നെങ്കിൽ YH എന്ന് വേണ്ട വരാൻ. അപ്പൊ അത് നമ്മളെ കളിപ്പിച്ചു. YH എന്ന് വേണം വരാൻ. കളിപ്പിച്ചതല്ല. അതായത് ദൈവത്തിന് ഫോർ എക്സാമ്പിൾ ടൈമിനപ്പുറത്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ, ഞാനിത് ഭാഷാപരമായിട്ടാ പറയുന്നത്. ഞാനാകുന്നവൻ ഞാൻ പേര് വന്നതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ടൈമിന്റെ അപ്പുറത്ത് എന്താണ് ആരാലും സൃഷ്ടിക്കപ്പെടാതെ ഒരു പേഴ്സൺ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ആ പേഴ്സണ് പേര് വരിക അങ്ങനെയല്ല. യഹോവ പറയുന്നത് എനിക്ക് മുമ്പേ ഒരു ദൈവം ഇല്ലെന്നാണ്. ഞാനൊന്ന് പറയട്ടെ, അതിന്റെ ദൈവം ഉണ്ടോന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. യഹോവയ്ക്ക് മുമ്പ് വേറെ ദൈവം ഇവിടെ ആരും പറഞ്ഞില്ല. ദൈവം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ താൻ ഉണ്ടായെന്നല്ലേ അതിനർത്ഥം? അങ്ങനെയാണോ ഇവിടെ പറഞ്ഞത്? എന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അറ്റവും മൂല്യം കേൾക്കും. എന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ടൈമിന് വെളിയിൽ നിൽക്കുന്ന നോയലും തമ്മിൽ സംസാരിക്കുന്ന അത് തീർന്നിട്ട് ഇപ്പം റോബിലേക്ക് വരാം കേട്ടോ. ഓക്കെ. ടൈമിന് വെളിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ, അതും ആരാലും സൃഷ്ടിക്കപ്പെടാത്ത ഒരു പേഴ്സൺ, അങ്ങനെയുള്ള ഒരു പേഴ്സൺ പേര് വരിക എന്ന് പറയുന്നത് ദാറ്റ്സ് ഇമ്പോസിബിൾ, അസാധ്യമാണ്. ബിക്കോസ് ടൈമിന് വെളിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഒരു മിനിറ്റ്. അതാണ് ഏറ്റവും വലിയ തമാശ. ദൈവം ടൈമിന് വെളിയിൽ നിൽക്കുന്ന പേഴ്സൺ ആണ്. ടൈമിന് വെളിയിൽ നിൽക്കുന്ന പേഴ്സൺ ആണ് പ്ലീസ് അവര് തമ്മിൽ സംസാരിക്കല്ലേ, സമയം തരാം പ്ലീസ്. ദൈവം ടൈമിന് വെളിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ആ പേഴ്സൺ എപ്പോൾ ഉണ്ടായി എന്ന് ചോദിക്കുന്നതിന് ചോദ്യത്തിന്
പ്രസക്തിയില്ല. ബിക്കോസ് അദ്ദേഹം ടൈമിന് വെളിയിലാണ് നിൽക്കുന്നത്. ടൈമിന് വെളിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ, ഒരു സൃഷ്ടിയല്ലാത്തൊരു പേഴ്സൺ, അങ്ങനെയുള്ള ഒരു പേഴ്സൺ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ആ പേഴ്സണിന്റെ പേരെന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അപ്പൊ ഭൂമിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ നാമം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ നാമം എന്ന് പറയാനില്ലാത്തത് കൊണ്ട് അദ്ദേഹം തന്നെ അല്ലെങ്കിൽ ആ പേഴ്സൺ തന്നെ ഞാനാകുന്നു ഞാൻ എന്ന് പറയുന്നത് പോലെ പറയുന്നു. അപ്പൊ അതിനെ തന്നെ അവിടെ ഒരു ജനമായിട്ട് ഇസ്രായേലിനെ അഭിഷേകം ചെയ്യുന്നത് കൊണ്ട് ആ ജനത്തെ തന്നെ ബ്ലസ് ചെയ്യാൻ വേണ്ടി, യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ വേണ്ടിയിട്ട്. നോവൽ പറഞ്ഞ ആശയം ഞാനൊരു ചോദ്യം ചോദിക്കും. ഇപ്പൊ ഒരാള് വളരെ ധൃതിയിൽ ഉദാഹരണം തൂറാൻ മുട്ടിട്ട് പോവാന്ന് വെച്ചു, ഇത് കളിയാക്കുന്നല്ല, ഒരു ഉദാഹരണം. അപ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ഉള്ളിൽ കാണുമ്പോഴേക്കും ചേട്ടന്റെ പേരെന്നാ എന്നേക്കുമ്പോഴേക്കും പുള്ളി പറയാം ഞാൻ തൂറാൻ പോവാ എന്നു പുള്ളി അങ്ങ് ഓടി കക്കൂസിലോട്ട്. അപ്പോഴേക്കും നമ്മൾ ഡയറിയെ കുറിക്കുകയാണ് ഞാൻ തൂറാൻ പോവാ. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ചേട്ടന്റെ പേര് ഞാൻ തൂറാൻ പോകുന്നു എന്നുള്ളവൻ എന്ന് പറയുന്നത് ഒരു മാന്യതയാണ്. അങ്ങനെ ഒരു പേരിടാവും, അത് വൃത്തികേടല്ലേ? അത് മനുഷ്യന്റെ കാര്യം, ഇത് ദൈവത്തിന്റെ കാര്യം. ഇത് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടല്ലേ? ഇത് മനുഷ്യനുമായിട്ട് എങ്ങനെ എന്റെ സഹോദരൻ എന്തൊരു അബദ്ധമാണ് ഈ പറയുന്നത്. ഒരാള് പറയുക അയാൾക്ക് പേരില്ല സുഹൃത്തെ, അയാൾക്ക് പേരുണ്ടെങ്കിൽ പേര് പറയും. ഇങ്ങനത്തെ എക്സാമ്പിൾസ് പറയുന്നത് കാരണം ഇവിടെ ഇവിടുത്തെ കാര്യം ചിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പെന്തക്കോസുകാര് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് സമാധാനം കിട്ടും. ഇവിടെ സുഭാഷും തമ്മിൽ സംസാരിക്കുകയാണ്. ഇപ്പം വേറെ ആരും മൈക്കെടുക്കരുത്. അവരുടെ ഇത് കഴിഞ്ഞ് റോബിൻ കഴിഞ്ഞിട്ട് ആൻഡോ കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ നിങ്ങൾക്ക് ചാൻസ് ഉള്ളൂ. പ്ലീസ്. എന്റെ വീട്ടിൽ അവരൊക്കെ പറയട്ടെ, നല്ലൊരു കൊഴുപ്പ് വരുത്തും. എന്തോ കൊഴുപ്പ്? ഒരാളെ ഒറ്റക്കൊറ്റയ്ക്ക് സംസാരിക്കുന്നില്ല. എന്തിനാ 100 പേര് വരണം? ഓക്കെ, നമ്മുടെ മാത്രമല്ലേ? ഓക്കെ. അതായത് ദൈവത്തിന് നാമമില്ലെങ്കിൽ ഈ നാമം പ്രകാരം നീ അനുഗ്രഹിക്കണം. 10 കൽപ്പന കൊടുക്കും. അതിൽ പോലും ഈ നാമം വെറുതെ എടുക്കരുത്. നാമമില്ലെങ്കിൽ പിന്നെ നാമം വെറുതെ എടുക്കരുത്. ഈ നാമത്തിൽ അവരെ അനുഗ്രഹിക്കണം. ഈ നാമം അവർക്ക് രക്ഷയായി തീരണം. ഈ നാമത്തിൽ അവരെ അനുഗ്രഹിക്കണം. 7 തവണ യെരുശലേം ദേവാലയത്തിൽ അതിവിശ്വസ്ഥലത്ത് പോയി വിളിച്ചു പറയണം. അപ്പോ നാമമില്ലെങ്കിൽ ഇതെങ്ങനെയാണ് പോസിബിൾ ആവും? നോയലി നാമം എന്ന് പറഞ്ഞ പേരൊന്നുമില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലെന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും പേരുണ്ടോ? ഓക്കെ, ഫൈൻ. അത് അപ്പോസ്തല പ്രവൃത്തി 19 മുതല് 19-ാം അധ്യായം 1 മുതൽ 7 വരെ വായിച്ചു നോക്കാം. കാണാതെ അറിയാം അവിടെ എവിടെ എന്ത് പേര് പറയുന്നത്. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ ശിഷ്യന്മാരെ പൗലോസ് പിന്നെ സ്നാനപ്പെടുത്തുന്നു. എനിക്ക് അറിയാവുന്നത് വായിക്കുന്നത്. ഒരു മിനിറ്റ് സഹോദര, 2 പേര് തമ്മിൽ പിന്നെ ഇതിനെ മറുപടി പറഞ്ഞ പിന്നെ ഒരു മിനിറ്റ്. ഉണ്ടായിരുന്നാ പോരായിരുന്നു. 2 പേര് തമ്മിൽ സംസാരിക്കാണ്. താങ്കൾ ചോദിച്ചപ്പോ മറുപടി പറഞ്ഞു. മറുപടി പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ പറയണത് ഞങ്ങൾ സംസാരിക്കാന്ന് മിണ്ടണ്ടെന്ന്. മറുപടി പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു ചോദിച്ചപ്പോ പിന്നെ സംസാരിക്കുന്നില്ല. നമുക്ക് വിടാം പോകുന്നേ. ഞാൻ പറയാം. നോയലെ ഈ നാമം എന്ന് പറഞ്ഞ അധികാരം എന്നർത്ഥം, അല്ലാതെ പേരെന്നുള്ളതല്ല. മനസ്സിലായോ? ഇപ്പം എന്റെ പേരിൽ കഴിച്ചോ എന്നിപ്പോ ഞാൻ നോയലിനോട് പറയും. ഇപ്പൊ നോയൽ ഞങ്ങളുടെ നാട്ടിൽ വരുമ്പോഴേക്കും അവിടെ ഒരു ചായക്കട നോയലിനോട് പറയാണ്ട് ആ ചായക്കട പോയി എന്റെ പേര് പറഞ്ഞു തരും, എന്റെ പേര് കഴിച്ചേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേരെന്നുള്ളതല്ല, എന്റെ അധികാരമാണ് എന്ന് പറഞ്ഞാൽ ആ കടക്കാരനറിയാം എന്റെ പേര് വരുന്ന ഒരാൾ കഴിച്ചാലും ഞാൻ കാശ് കൊടുക്കും എന്നുള്ളൊരു ബോധ്യം. അത് ആ പേരെന്നുള്ളതല്ല, അപ്പൊ ആ അധികാരം എന്നുള്ളതാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞാൽ 3 പേർക്ക് കൂടെ ഒരു പേരുണ്ടെന്നല്ല അർത്ഥം. അതെന്ത് പേരാ? അങ്ങനെ ഒരു പേര് വല്ലതും. അപ്പൊ അധികാരത്തിൽ എന്നുള്ളതാണ് ഈ ഒനോമോ എന്ന് പറഞ്ഞ അധികാരം എന്നാണ്, അല്ലാതെ ഒരു പേരെന്നുള്ളതല്ല. 1-ൽ കൂടുതൽ ആളുകൾ ഉള്ളിടത്താണ് പേര് വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് പേര് വേണ്ട. ഇപ്പൊ സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഒരെണ്ണേ ഉള്ളൂ. സൂര്യന് നമുക്ക് പ്രത്യേകിച്ച് പേരിടേണ്ട ആവശ്യമില്ല. അതേസമയം 2 സൂര്യനുണ്ടെങ്കിൽ നമ്മൾ സൂര്യനെ സൂര്യൻ ബി അങ്ങനെ നമ്മൾ ഇടേണ്ടി വരും. അപ്പോ ഒന്നേ ഉള്ളൂ. ദൈവം ഏകനാണെങ്കിൽ ആ ഏകനായ ദൈവത്തിന് പേര് വേണ്ട. പക്ഷെ ഒരുപാട് ദൈവങ്ങളുണ്ടെങ്കിൽ, ഇപ്പൊ ഹിന്ദുക്കൾക്ക് ഇപ്പൊ ഒരുപാട് ദൈവങ്ങളുണ്ട്. ഇപ്പം പാർവതിയുണ്ട്, ലക്ഷ്മിയുണ്ട്, സരസ്വതിയുണ്ട്, കാളിയുണ്ട്. ഇങ്ങനെ ഒത്തിരി പേരുള്ളൊരു പേര് വേണം. അതാണ് ഇതാരാ എന്താന്നൊക്കെ തിരിച്ചറിയാൻ. ഇപ്പൊ ഏക ദൈവമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് അതിന് പേരൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ബോഷ്കല്ലേ, മണ്ടന്മാരല്ലേ ഇത് പറയുന്നേ? ഓക്കെ പാസ്റ്റർ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ. അല്ല, ഈ പേരെന്ന് പറയുന്നത് അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള വ്യാഖ്യാനത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അതിന്റെ റെഫറൻസ് എന്താണ്? പേരെന്ന് പറഞ്ഞാൽ അധികാരത്തെ സൂചിപ്പിക്കുന്നല്ല. പേര് എന്ന് പറഞ്ഞാൽ അധികാരം എന്നാണ്. അതായത് നാമത്തിൽ, എന്റെ നാമത്തിൽ നിങ്ങൾ ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ എന്റെ അധികാരത്തിൽ ഇത് ചെയ്യുവീൻ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ യേശുവിന്റെ നാമത്തിൽ അത് ചെയ്യുവീന്ന് പറഞ്ഞാൽ ഈ പെന്തക്കോസുകാർ ചെയ്യുന്നില്ല. യേശുവിന്റെ നാമത്തിൽ നിന്ന് നാമം പറയുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് പറയുന്നതല്ല. അങ്ങനെ പറയുന്നത് കൊണ്ട് പ്രയോജനമില്ല. ആ അധികാരം എക്സർസൈസ് ചെയ്യുക, അതാണ് എന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ.
എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, എന്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞാൽ രോഗിയുടെ അടുത്ത് പോയി ചെന്നു യേശുവിന്റെ നാമത്തിൽ. ഇവര് ആരും എഴുന്നേൽക്കുന്നുമില്ല, ആരും സുഖപ്പെടുന്നുമില്ല. ഈ പൊട്ടന്മാര് വിചാരിച്ചിരിക്കുന്ന ഈ നെയിം അട്ടർ ചെയ്താൽ എന്തോ സംഭവിക്കുന്ന അതല്ല. ആ പവർ അവിടെ എക്സേർട്ട് ചെയ്യണം. ആ പവർ ഇവന് വേണം, ആ അതോറിറ്റി ഇവന് വേണം. അതില്ല. ചുമ്മാ ഈ പേര് വന്നിട്ട് കാര്യമില്ല. അത് പേരെന്നുള്ളതല്ല, അത് നമുക്ക് ഭാഷാപരമായ ഒരു പോരായ്മയാണ്. പേരിൽ നടക്കുമെന്ന് പറഞ്ഞാൽ ചുമ്മാ പോയിരുന്ന് പേര് പറഞ്ഞ് നാണം കെട്ട് പോരുക. അത്രേ ഉള്ളൂ. ആ പേരെന്ന് പറയുന്നത് അധികാരമാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ആ നെയിം നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസത്തോടുകൂടെ ആ നാമം നമ്മൾ ഉച്ചരിക്കുമ്പോൾ ആ അധികാരം അവിടെ ആക്സസ് ചെയ്യും, ആ അധികാരത്തിന് അവിടെ എൻട്രി ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ അതായത് നോയലെ യേശു, ഞാൻ പറഞ്ഞുതരാം, ഈ യേശു എന്നുള്ള പേര് 1-ാം നൂറ്റാണ്ടിൽ വളരെ കോമൺ നെയിം ആയിരുന്നു. അത് യുണീക്കോ റേറോ ഒന്നും ആയിട്ടുള്ള ഒരു പേരല്ല. ആ യെരുശലേമിൽ ഒരുപാട് യേശുക്കൾ ഉണ്ടായിരുന്നു. ഈവൻ ഈ പൗലുസ്ലിഹായുടെ എതിർത്ത് വന്നൊരു കള്ളപ്രവാചകന്റെ പേര് പോലും യേശു എന്നായിരുന്നു. ഈവൻ യൂദായുടെ പേര് പോലും യേശു എന്നായിരുന്നു. അയ്യോ, യേശു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കോമൺ പേരാണ്. എന്റെയൊക്കെ കാലത്ത് ഷിബു എന്നൊക്കെ പറഞ്ഞ പേര് കേരളത്തിൽ ഒത്തിരി പേർക്കുണ്ടായിരുന്നു. അതുപോലെ അപ്പൊ ഒരു കോമൺ പേരായിരുന്നു യേശു എന്നുള്ളത്. അപ്പൊ ആ യേശു എന്നുള്ള നാമം പറഞ്ഞിട്ട് എന്നാ കാര്യം? ഒരർത്ഥവും. അതിന്റെ പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു തിയോളജിയാണ് ആ യേശു എന്ന നാമത്തിനല്ല, അല്ലെങ്കിൽ അതല്ല ഇവിടുത്തെ നാമം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ ഭൂമിയിൽ ഇപ്പോ മാലാഹ എന്ന് പ്രത്യക്ഷപ്പെട്ട് പറയുന്ന പേരെന്തോന്നാണ്, അല്ലെങ്കിൽ പ്രവചനങ്ങളിൽ പറയുന്ന പേരെന്തോന്നാണ്? യേശു എന്നാണോ അതോ ഇമ്മാനുവേൽ എന്നാണോ? അതുകൊണ്ട് ഇമ്മാനുവേൽ എന്ന നാമം എന്താണ്? ഇമ്മാനുവേൽ എന്ന നാമം ദൈവം നമ്മോടുകൂടെ. അപ്പൊ ദൈവം നമ്മോടുകൂടെ ഇരിക്കുമ്പോൾ അധികാരം ഉണ്ടാവും. അതാണ് ഇമ്മാനുവേൽ എന്ന നാമം. അല്ലാതെ അവിടെ യേശുവിനെ ആരിലും ഇമ്മാനുവേൽ എന്ന് വിളിച്ചായിട്ട് ബൈബിളിൽ തെളിവുണ്ടോ? ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ദൈവം അവനോട് കൂടെ ഉണ്ട് എന്ന് വിളിക്കപ്പെടും. അത് വിളിക്കപ്പെട്ടു. കാരണം ദൈവം തന്നോടുകൂടി ഇല്ലെങ്കിൽ ഈ അടയാളങ്ങൾ ചെയ്യാൻ ആർക്കും കഴിയുകയില്ലെന്ന് ജന്മനാ കുരുടനായവൻ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഇമ്മാനുവേൽ വിളിക്കുന്നത്. അത് അവിടെ മുഴുവൻ വിളിക്കപ്പെട്ടു. ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവം അവന്റെ കൂടെ ഉണ്ടെന്ന് പറയപ്പെട്ടു. അല്ലാതെ അതൊരു പേരല്ല. ഇമ്മാനുവേൽ എടാ ഇമ്മാനുവേലേ എന്നാരും വിളിച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഇത് പേരല്ല. എന്ത് ചെയ്യുന്നു? അങ്ങനെയാണെങ്കിൽ പാസ്റ്റർ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ലൈക്ക് ഈ നാമം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ, സ്നാനപ്പെടുത്തുമ്പോൾ അപ്പോസ്തലന്മാർക്ക് ഓൾറെഡി അധികാരം ഉണ്ടല്ലോ. അവരുടെ ഉള്ളിൽ ഓൾറെഡി അധികാരം ഉള്ളപ്പോൾ അവർക്ക് അധികാരത്തിൽ മുക്കിയപ്പോൾ എന്തിനാണ് അവർ സ്നാനപ്പെടുത്തുമ്പോൾ യേശുവിന്റെ നാമത്തിൽ മുക്കുന്നെന്ന് പറഞ്ഞ് മുക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 19 റോബിനോട് ഞാൻ ചോദിച്ചില്ല. ഓക്കെ, അപ്പോസ്തല പ്രവൃത്തി 19 1 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മുങ്ങിനിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അപ്പോസ്തലന് ഓൾറെഡി അധികാരം ഉണ്ടല്ലോ. അപ്പൊ അധികാരമുള്ള വ്യക്തി എന്തിനാണ് ആ നാമത്തിൽ പിടിച്ച് മുക്കുന്നത്? ഹലോ, അതായത് അപ്പോസ്തലന്മാർക്ക് അതെ. ആ നാമത്തിലാണ് ഇത് ചെയ്യുന്നത്. അതായത് ഇനി ഇതിപ്പോ ഫ്രീ അല്ലെങ്കിൽ എന്നാ പറയുക, ഞാൻ പറയാം. യേശുക്രിസ്തു പരീശന്മാരോട് ചോദിച്ചു, യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ? അപ്പോ അവരുത്തരം പറഞ്ഞില്ല. അന്നേരം യേശുവിന്റെ അധികാരത്തെ പറ്റി അവിടെ ചോദ്യം ചെയ്യുന്നു. അധികാരത്തെ പറ്റി നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കുക. അധികാരത്തെ പറ്റി ചോദ്യം ചെയ്യുമ്പോൾ യേശു സ്നാനത്തെ പറ്റി ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനും ഇതിന്ന അധികാരം എന്ന് പറയുന്നില്ല. അപ്പൊ സ്നാനം എന്ന് പറഞ്ഞാൽ അധികാരം ഇല്ലാത്തതുകൊണ്ട് സ്നാനപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അധികാരത്തിൽ നിങ്ങൾ സ്നാനപ്പെടുത്തിക്കൂ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും സ്നാനപ്പെടുത്തിയാൽ അധികാരം എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിലാണ് ഈ സ്നാനം നടക്കുന്നത്. യേശുക്രിസ്തു അവരോട് ചോദിച്ചു, യോഹന്നാന്റെ സ്നാനം ഏത് അധികാരത്തിലായിരുന്നു? അവർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ എന്നാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ബൈബിളൊക്കെ ഇടയ്ക്ക് വായിക്കണോ? അല്ലേ മാസ്റ്റർ പറഞ്ഞ എന്താ പോയിന്റ് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. റീപ്ലേ പോകുമ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ ഈ ഭാഗം വായിച്ചിട്ടുണ്ടോ? ഒരു മിനിറ്റ്, ഉണ്ട്. അവിടെ യേശുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തപ്പോഴല്ലേ യേശു സ്നാനത്തെ പറ്റി പറഞ്ഞേ? അതെ. പക്ഷെ അവിടെ നാമത്തിനല്ല പ്രയോറിറ്റി, അധികാരത്തിനാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ അധികാരത്തിനാണ് പ്രയോറിറ്റി എങ്കിൽ അപ്പോസ്തലന്മാർക്ക് ഓൾറെഡി അധികാരം ഉണ്ടല്ലോ. പിന്നെ അവരെന്തിനാണ് യേശുവിന്റെ നാമത്തെ പിടിച്ചു നോക്കിയത്? അപ്പൊ നാമത്തിന് അവിടെ പ്രയോറിറ്റി ഇല്ലേ? യേശുവിന്റെ നാമത്തിൽ നിന്ന് അധികാരത്തിൽ നിന്നാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ മുക്കുന്നു എന്ന് പറഞ്ഞതിന് തെളിവ് വല്ലതും നോയലിന് കാണിക്കാൻ പറ്റുമോ? അപ്പോസ്തല പ്രവൃത്തി 19 1 മുതൽ 7 വരെയുള്ള വാക്യം. അവിടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്താനല്ലേ പറഞ്ഞേ? എന്ന് പറഞ്ഞാൽ അതിന്റെ അധികാരത്തിൽ അതിൽ നാമം ചൊല്ലി സ്നാനപ്പെടുത്താൻ പറഞ്ഞോ? നാമം ചൊല്ലി സ്നാനപ്പെടുത്താൻ വാക്യമുണ്ടോ? അത് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇന്ന് ശക്തിയില്ലാത്ത ക്രിസ്ത്യാനികൾ, അധികാരമില്ലാത്ത ക്രിസ്ത്യാനികൾ, ചൈതന്യമില്ലാത്ത ക്രിസ്ത്യാനികൾ
ചുമ്മാ ആറ്റിലും തോട്ടിലും കലക്കവെള്ളത്തിൽ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ഉണങ്ങിയ ഭാവിയെ നനഞ്ഞ ഭാവിയാക്കി മാറ്റുന്നു. അപ്പൊ ഇതാണ് സ്നാനം എന്ന് നിങ്ങളെ പോലെയുള്ള പാവപ്പെട്ടവർ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് വന്നതാണ്. ആ ബൈബിളിലൊന്നും അങ്ങനെ ഇല്ല. ഇത് സ്നാനപ്പെടുത്തും യേശു എന്ന് പറയണമെന്ന് എന്നൊന്നുമില്ല. ഓക്കെ, ഫൈൻ. 1-ാം നൂറ്റാണ്ടിലെ ബുക്കിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോസ്തല പ്രവൃത്തി പോലുള്ള 1-ാം നൂറ്റാണ്ടിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ബുക്കുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അതിന്റെ പേര് അറിയായിരിക്കാം എല്ലാവരും. അതിന് കറക്റ്റ് ഡിഡാക്കകത്തിലും സ്നാനത്തിന്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അവിടെ നാമം ഉച്ചരിച്ചു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നാണ്, യേശുവിന്റെ നാമത്തിലല്ല. ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ ആ നാമം ഏതാന്ന് പറയാന് അല്ലല്ല അവിടെ അല്ല റോബിനോടാ ഞാൻ ചോദിച്ചേ. റോബിനല്ലേ ഇപ്പൊ പറഞ്ഞു പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാവിന്റെ നാമത്തിൽ അങ്ങനെ ഒരു നാമം ഉണ്ടോ? നാമില്ല. അതാ അധികാരത്തിൽ തന്നെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാവിന്റെ അധികാരത്തിൽ സ്ഥാനപ്പെടുത്തുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ ഒരു നാമമില്ല. അവർക്ക് മൂന്നിനോട് ഒരു നാമമുണ്ടോ? സ്നാനത്തിൽ അവര് പറഞ്ഞുകൊണ്ടിരുന്നത് പിതാവിന്റെ നാമത്തിൽ, പുത്രന്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നു എന്നാണ്. അല്ല അവിടെ പ്രത്യേകമായിട്ടൊരു പേരൊന്നും പറയണില്ല. അവിടെ അധികാരത്തിൽ സ്നാനപ്പെടുത്തിയാൽ നെല്ലിയാ പോരെ, അതല്ലേ ഉചിതം. അധികാരത്തിൽ സ്നാനപ്പെടുത്തുന്ന പറഞ്ഞാൽ പോരെ, എന്തിനാണ് അവർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ പോയത്? അധികാരമുള്ളവൻ ഇന്ന അധികാരത്തിലാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതേപ്പറ്റി അറിവില്ലാത്തവരായിരിക്കും ഇന്ന അധികാരത്തിലാണ് അത് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അറിവുള്ളവർക്ക് കുഴപ്പമില്ല. അവിടെ യേശുവിന്റെ കീഴിലുള്ള അധികാരത്തിൽ മുങ്ങുക കൊടുത്തിരിക്കുന്നത്, നാമത്തിൽ മുങ്ങുക എന്നുള്ളതല്ല. അവിടെ അധികാരമെന്ന് എങ്ങനെയാണ് അവിടെ അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? എന്താണ് അധികാരമാണെന്ന് ഇപ്പൊ ഞാൻ പറയട്ടെ സഹോദരൻ, ഇപ്പൊ നിങ്ങളുടെ സ്ഥലത്ത് SI സാധാരണ വേഷത്തിൽ വരികയാണ്. അപ്പൊ അവിടെ വേറൊരുത്തൻ ഒരു സീരിയലിൽ അഭിനയിച്ചിട്ട് SIയുടെ വേഷത്തിലും വരികയാണ്. ആർക്ക് അധികാരമുള്ളത്? നോയലിനോട് ഞാൻ ചോദിച്ചേ. ഒരുത്തൻ കറക്റ്റ് വേഷം കെട്ടി നിൽക്കുകയാണ്, സീരിയലിൽ അഭിനയിച്ച് വെച്ച് വന്ന. മറ്റേ ഒറിജിനൽ SI അവിടെ മഫ്തിയിൽ നിൽക്കുകയാണ്. അപ്പൊ ആർക്കാണ് അധികാരമുള്ളത്? മഫ്തി നിൽക്കുന്നവരാണ് അധികാരമുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ല, SI അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുമ്പോ SI ഐഡന്റിറ്റി കാർഡ് കാണിക്കണ്ടേ? ഞാൻ ഇവിടുത്തെ SI എന്ന് പറയും. അപ്പൊ അറിവില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇതിന്റെ അധികാരത്തിലാണെന്ന് പറയുന്നത്. അല്ലാതെ ആ നാമം കൊണ്ട് പറയാനില്ല. മറ്റവൻ SI ഓഫ് പോലീസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? നല്ല വിശേഷമുണ്ടോ? അവനെയും തന്നെ ഒരുമിച്ച് തൂക്കിയെടുത്ത് ലോക്കപ്പിലോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് വേഷം കെട്ടിറക്കരുത്. അധികാരം പ്രാപിക്കണം. അധികാരമാണ് സ്നാനത്തിന്റെ അടിസ്ഥാനം. അധികാരം പ്രാപിക്കണമെന്നുള്ളത് എന്തിന്റെ ബേസിലാ പറയുന്നത് എന്റെ ചോദ്യം. അവിടെ നാമത്തിൽ മുങ്ങുവാൻ പറയുന്നു. അതിനെ അത് അധികാരം എന്ന് നമുക്ക് മെൻഷൻ ചെയ്യണമെങ്കിൽ എന്താണ് അതിന്റെ അടിത്തറ, അതിന്റെ ബേസിക് എന്താണ്? വേറെ പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പിതാവ് പുത്രനെ അയച്ച അധികാരത്തോടെ അയച്ചത്, അല്ല ചുമ്മാതെ അയച്ചതാണ്. പിതാവ് പുത്രൻ എങ്ങനെ അയച്ചത്? പിതാവിനും പുത്രനുമാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നമ്മളെക്കാൾ. അല്ല, പുത്രൻ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാസ്ലീഹയുടെ സുവിശേഷമൊക്കെ വായിക്കേ നോയലെ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പിതാവിന് അധികാരമുള്ളതുപോലെ തന്നെ പുത്രനും അധികാരം ഉണ്ടാകേണ്ടതിന് അവൻ ന്യായവിധി പോലും പുത്രനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിതാവിനുള്ള അധികാരം പുത്രന് കൊടുത്തു. അപ്പൊ പുത്രനെ അധികാരത്തോടെ അയച്ചു. എന്നിട്ട് പറഞ്ഞു എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ വിത്ത് അതോറിറ്റി ആൻഡ് പവർ, അധികാരത്തോടെ അയക്കുന്നു. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ പിതാവാണോ കേമൻ, പുത്രനാണോ കേമൻ? അത് വേറെ വിഷയല്ലേ. ഇപ്പൊ ഇവിടെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ചാടി വേറെ അത് വേണം നമുക്ക്. ആ വേലയൊന്നും ഇവിടെ നടക്കുകയില്ല. അതല്ലേ പറഞ്ഞേ. താഴെ ആരുടെ കമന്റ് എഴുതിയിട്ടുണ്ട് ഇത് അൽത്താര അല്ലെന്ന്. അൽത്താര ആണേലും മദ്ബഹ ആണേലും ഇത് നമ്മൾക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അത് പിതാവാണോ പുത്രനാണോ എന്നുള്ള വിഷയം വേറെ എടുത്തു. മനസ്സിലായി. ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നതിനിടെ വേറൊരു കാര്യത്തിലോട്ട് പോയി. ഇതിന്റെ കൂടെ പറഞ്ഞു ചോദിച്ചെന്നേ ഉള്ളൂ. എന്റെ പൊന്നു റോബിൻ ബ്രദറെ, എന്തിനാ ഞാൻ ആവശ്യമായിട്ട് ഇടയ്ക്ക് കയറുന്നേ? പറഞ്ഞതിന് ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത് എന്നോട് ഭയങ്കര ദേഷ്യമാണ്. അയലക്കങ്കാരനല്ലേ? ഞാനതുപോലെ എനിക്കറിയാൻ മേല. ആ പൊൻഷൻ എന്റെ അയൽവക്കം കാര്യം. നിങ്ങളുടെ അടുത്തുള്ള പ്രദേശത്തുള്ള എനിക്കറിയത്തില്ല. പുള്ളിയുടെ സ്ഥലം എവിടാന്ന് പോലും എനിക്കറിയാൻ മേല. അന്നേരം എന്റെ അടുത്ത് ഇങ്ങനെ പുള്ളി വരും. എനിക്ക് രണ്ടുപേരുടെ സ്ഥലം അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ അടുത്തുള്ളതാണ്. നമുക്ക് പരിചയപ്പെടാതെ. നിങ്ങൾ ബഹളം വെക്കുക. നിങ്ങൾ ഈ മാത്തുക്കുട്ടി എത്രയോ നല്ലൊരു മനുഷ്യനാണ്. നിങ്ങൾ മാത്തുവിനെ പരിചയപ്പെടണം. ശരി. അല്ല എന്നെ എന്റെ സ്ഥലം എവിടെ? അതും നോവലിന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു തരണോ? അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എന്റെ സ്ഥലം എങ്ങനെ അറിയാം? ഞാൻ ചോദിക്കട്ടെ, പെന്തക്കോസിലെ ചില പ്രവാചകന്മാരുണ്ട്. ഇവന്മാര് ആളുകൾ ക്യൂ നിന്നൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും അവന്റെ പേര് അങ്ങോട്ട് പറയും. എന്നിട്ട് തന്നെ ഇവര് കൈയടിക്കും. അപ്പൊ ഇവർക്ക് ഇവരുടെ പേരറിയത്തില്ലേ? ഇത് അറിയാൻ വേണ്ടി എന്റെ സുനിത ഉയ്യോ മണ്ണാർകാട്. എന്റെ ദൈവം ലോട്ടറി
അല്ല പാസ്റ്ററെ, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. പാസ്റ്റർ പെന്തക്കോസിലായിരുന്നപ്പോ ഇത് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ? എങ്ങനെ? അതായത് ഈ പരിപാടി പിന്നെ സൂ സൂ ഓക്കെ, ഇവരൊന്നിട്ട് വേണ്ടി ചോദിച്ചെന്നില്ല, ഇതുമായിട്ട് ബന്ധമില്ല, ഒരു തമാശ പോലെ ഞാൻ ചോദിച്ചെന്നില്ല കേട്ടോ. പിന്നെ ചെയ്തിട്ടുണ്ട്. പെന്തക്കോസ്റ്റ് അതൊക്കെയല്ലേ ചെയ്യുന്നേ. അതിന് പെന്തക്കോസ്റ്റ് കലാപരിപാടികൾ എന്നാണ് പറയുന്നത്. അതുപോലെ ഞാൻ വേറൊരു കാര്യം അതായത് ചോദിച്ചോട്ടെ. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് പെന്തക്കോസിലെ പാസ്റ്റർമാർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവരിതുപോലെ അവരുടെ എന്താണ് ഇത് അവരൊരു പ്രവചനം നമ്മളോട് പറയും. ആ പ്രവചനം അടുത്ത് വരുന്ന പാസ്റ്ററിന് ഇങ്ങനെ ഷെയർ ചെയ്ത് ഇങ്ങനെ പോകും. അപ്പൊ ഈ പാസ്റ്റർമാരെല്ലാം നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഇവർ ഒരു പ്രവചനമായിരിക്കും പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ട്? അതുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഈ പെന്തക്കോസിൽ തന്നെ ഈ ചെറുപ്പക്കാരായ ഈ പ്രവചനവും ഈ ശുശ്രൂഷയൊക്കെ നടത്തുന്നവരുടെ ഒരു സിൻഡിക്കേറ്റ് രൂപപ്പെട്ടിട്ടുണ്ട്. അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആളുകളെ കളിപ്പിക്കാനും കാശടിക്കാനും ഈ ഓരോരുത്തരുടെ വീട്ടിലെ പേഴ്സണൽ വിവരങ്ങൾ മറ്റവന് ഷെയർ ചെയ്യും. അടുത്തവൻ വന്നിട്ട് അത് പ്രവചനം എന്ന രീതിയിൽ അവതരിപ്പിക്കും. അപ്പൊ ഇവൻ പോകുന്ന വീട്ടിൽ ഇങ്ങോട്ടും കൊടുക്കും. അങ്ങനെ ഈ ചെറുപ്പക്കാരുടെ ഒരു തട്ടിപ്പ് സംഘം ഈ പെന്തക്കോസുകാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പഴയ പാസ്റ്റർമാര് ഒന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പെന്തക്കോസുകാരെ മുഴുവൻ അങ്ങനെ അടച്ചു കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതുള്ളതാണ്. ഇത് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അല്ലാതെ എല്ലാ പെന്തക്കോസുകാരും അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. അല്ല, എനിക്കറിയത്തില്ല, ഞാൻ പെന്തക്കോസ് അല്ല, എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ അല്ല, അങ്ങനെ എനിക്കറിയാവുന്നതുകൊണ്ട് പറഞ്ഞാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു സംഘം ആളുകളുണ്ട്. അത് കൂടുതൽ ഈ ചെറുപ്പക്കാർ ഇങ്ങനെ പറയുമ്പോ, അല്ല ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ പാസ്റ്റർ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ അത് പാസ്റ്റർ പെന്തക്കോസിൽ നിന്ന് ഇറങ്ങി വന്നത് കൊണ്ടാണ്, പാസ്റ്ററിന്റെ ഉള്ളിൽ ആ വിദ്വേഷം ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞാലോ? അതുകൊണ്ടാണ് എനിക്ക് പെന്തക്കോസ്തുകാരോട് ഒരു വിദ്വേഷവും ഇല്ല. അത് ആദ്യം മനസ്സിലാക്കണം. കാരണം യാക്കോബായ സഭയില് പെന്തക്കോസ്ത് രീതിയിലുള്ള പാട്ട്, പ്രാർത്ഥന ഇതൊക്കെ നടക്കുന്നതിനെ ഞാൻ വളരെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. അതിൻ്റെതായ എതിർപ്പുകൾ യാക്കോബായ സഭയിൽ നിന്ന് വ്യാപകമായിട്ട് എനിക്ക് ഉണ്ടാകുന്നുണ്ട്. എനിക്കിപ്പം അവരുടെ ആവശ്യമില്ല. അവരുടെ അപ്രീതി പിടിച്ചു പറ്റണ്ട, കണ്ടില്ല കേട്ടില്ല, അതിനെ സപ്പോർട്ട് ചെയ്താൽ മതി. കാരണം അങ്ങനെയാണെങ്കിൽ പെന്തക്കോസ്തിനോടാണ് എനിക്ക് വിരോധമെങ്കിൽ പെന്തക്കോസ്തുകാരെ എതിർക്കുകയും ഈ യാക്കോബായ സഭയൊക്കെ എൻഡോഴ്സ് ചെയ്ത് നിൽക്കുകയും ചെയ്തു. അപ്പൊ എന്റെ എതിർപ്പ് പെന്തക്കോസ്തിനോടല്ല, ആ ആശയത്തോടും ആ ശൈലിയോടും അവരുടെ ആരാധന സമ്പ്രദായത്തോടുമാണ് എനിക്ക് എതിർപ്പ്. അല്ലാതെ പെന്തക്കോസുകാരുടെ എനിക്ക് എതിർപ്പില്ല. അതുകൊണ്ട് ആ രീതി യാക്കോബക്കാരെ അവലംബിച്ചാലും ഓർത്തഡോക്സുകാരെ അവലംബിച്ചാലും ഞാൻ വിമർശിക്കും, കത്തോലിക്കരെ അവലംബിച്ചാലും വിമർശിക്കും. അത് തെറ്റാണ്. അപ്പൊ എന്റെ വിയോജിപ്പും എന്റെ വിമർശനവും പെന്തക്കോസുകാരോടല്ല, അല്ല. അവര് വെച്ചിരിക്കുന്ന ദൈവസങ്കല്പത്തോടും അവരുടെ ആരാധനാ രീതിയോടും എനിക്ക് എതിർപ്പുണ്ട്, അത് വിയോജിപ്പുണ്ട്, അത് തെറ്റാണെന്ന് ഞാൻ പറയും. ആ സംഗതി കത്തോലിക്കര് കരിസ്മാറ്റിക്കിന്റെ പേര് ചെയ്താലും, യാക്കോബക്കാര് സെന്റ് പോൾസിന്റെ പേര് ചെയ്താലും, ഓർത്തഡോക്സുകാർ ചെയ്താലും ഞാൻ അതിനെ വിമർശിക്കും. അപ്പൊ എന്റെ വിയോജിപ്പും എതിർപ്പും പെന്തക്കോസുകാരോടല്ല. മനസ്സിലായോ? പക്ഷേ പാസ്റ്റർ, ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഈ സഭയിലേക്ക് വരുന്നത് കൊണ്ടും കൂടെ കുറേയും കൂടെ ആൾക്കാർ ഒരു പരിധി വരെ ബൈബിള് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതിൽ എതിർക്കുവാണെങ്കിൽ എന്താണ് ഇപ്പൊ പള്ളിക്കകത്ത് ഇപ്പൊ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന പാസ്റ്ററിന്റെ ഇടവക നിരണോന്ന് മണറുകാടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്കറിയാമല്ലോ, നമ്മുടെ ഒക്കെ പള്ളികളിലേക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനെ മറ്റേ എണ്ണ തലയെ തൊട്ട് വെക്കാൻ വേണ്ടിട്ട് മറ്റേ സാധനം, വിളക്ക്, റാസയാണെങ്കിൽ ഇപ്പൊ എന്റെയൊക്കെ പള്ളിയിലെ പെരുന്നാളാണെങ്കിൽ ഇത് ഈ അമ്പലത്തിൽ ജീവിതയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്ന 2 കുടയുണ്ട് അപ്പുറവും ഇപ്പുറം. ഈ ജീവിത എന്ന് പറയില്ല, അവർക്ക് അറിയാവുന്ന എനിക്കറിയാൻ മേല. അതിനപ്പുറം ഇപ്പുറം ഈ ഹൈന്ദവ സഹോദരങ്ങൾ പിടിക്കുന്ന വലിയൊരു കുട പോലുള്ള സാധനമുണ്ട്. എന്റെ പേരുന്നാളൊന്നും എനിക്കറിയത്തില്ല. റാസയ്ക്ക് അതെടുത്തുകൊണ്ട് പോകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള എന്താണ് അന്തോക്യൻ ലിറ്റർജിയുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇവിടുത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കടമെടുക്കപ്പെട്ടിരിക്കുക. അപ്പൊ നമ്മൾ അതിനെ പലപ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരമാണ്, ഇവിടെ നാട്ടുരാജാക്കന്മാർ നമുക്ക് തന്നതാന്ന് പറഞ്ഞാൽ പോലും ബേസിക്കലി നമ്മുടെ കൾച്ചറുമായിട്ട് നിൽക്കുന്നതല്ലല്ലോ, നമ്മുടെ അന്തോക്യൻ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ലല്ലോ അതൊന്നും. അപ്പൊ അതിനെയും കൂടെ എതിർത്ത് കൂടെ? ഇല്ല, അതിനെ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ഇപ്പം ഒലിവിന്റെ കൊമ്പ് വെട്ടിയിട്ടാണ് അവിടെ ഓശാന ആചരിക്കുന്നത്. നമ്മുടെ നാട്ടില് തെങ്ങിന്റെ കുരുത്തോലയാണ് വീശുന്നത്. ഇപ്പൊ യേശുക്രിസ്തു യെരുശലേമിലേക്ക് പോയപ്പോ അവിടെ തെങ്ങിന്റെ കുരുത്തോല വീശിയില്ലെന്നുള്ളത് സ്പഷ്ടമാണ്. അപ്പൊ ഇവിടെ അവൈലബിൾ ആയ ഇത് വെച്ച് ആ ഒരു പ്രതീകമായിട്ട് കുരുത്തോല വീശുന്നു. ഇപ്പൊ അമേരിക്കയിലൊക്കെ എല്ലാ വീടിന്റെ മുമ്പില് ഈ മിക്കവാറും ഒലിവ് മരമൊക്കെ ഉണ്ട്. എന്റെ വീട്ടിൽ ഒരു ഒലിവ് മരം നിൽപ്പുണ്ട്. അപ്പൊ ഈ ഒലിവ് മരത്തിന്റെ കുരുത്തോലകൾ അല്ലെ ഒലിവിന്റെ തളിർക്കൊമ്പുകൾ അമേരിക്കയിൽ വ്യാപകമായിട്ട് അവൈലബിൾ ആണ്. പക്ഷെ ഇവിടെ അമേരിക്കയിലുള്ള യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും മത്സരിച്ച് ഫ്ലോറിഡയിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ കുരുത്തോല ഇമ്പോർട്ട് ചെയ്യാണ്. തെങ്ങിന്റെ കുരുത്തോല ഇമ്പോർട്ട് ചെയ്തിട്ട് അതിരുന്ന് വീശിയാണ്. അപ്പൊ എന്താ അതൊക്കെ മനുഷ്യന് വൈകാരികമായിട്ട് അവൻ ചെറുപ്പത്തിൽ അത് വീശി, അതുകൊണ്ട് അത് വീശുന്നു. അങ്ങനെയൊക്കെയുള്ള അതൊരു സിംബോളിക് റെപ്രസെന്റേഷനേ ഉള്ളൂ. മനസ്സിലായോ? അതുപോലെ തന്നെ അതിന് ഈ പെന്തക്കോസ് ആരാധന ഇതിലേക്ക് കടന്നു വരുന്നതിന്, അല്ലെങ്കിൽ ഈ സഭകളിലെ കരിസ്മാറ്റിക് പ്രസ്ഥാന ധ്യാന കേന്ദ്രങ്ങൾ ആൾക്കാർ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നു, അതിനെയും ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലൂടെ നമുക്ക് കണ്ടുകൂടെ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ അടിസ്ഥാന വിശ്വാസങ്ങൾ പോയില്ലേ? ഇപ്പൊ തന്നെ നോയലിന് തൃത്വത്തിൽ വിശ്വാസമില്ല. നോയൽ ഓർത്തഡോക്സുകാരനാണെന്നാണ് പറയുന്നത്. ഓർത്തഡോക്സിയുടെ അടിസ്ഥാനം തൃത്വ വിശ്വാസമാണ്. അപ്പൊ ഓർത്തഡോക്സ് സഭ ആദ്യമായിട്ട് തന്നെ അനാത്തമ എന്ന് പറഞ്ഞത് അറിയൂസിനെയാണ്. അറിയൂസ് നോയലിന്റെ ഹീറോയുമാണ്,
സെയിന്റുമാണ്, അറിയൂസ് നോവലിന്റെ ടീച്ചറുമാണ്. അപ്പം അത്രയും വലിയ ദുസ്ഥിതി വന്നത് എന്തുകൊണ്ടാണ്? അവിടെ ശരിയായ ഉപദേശം ഇല്ലാത്തതുകൊണ്ടും പഠനം ഇല്ലാത്തതുകൊണ്ടും അല്ലേ? അപ്പൊ അത് ഓർത്തഡോക്സി ആണോ? അപ്പം നോവൽ ഇരുന്ന് പറയാം യഹോവയാണ് ദൈവം എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഓർത്തഡോക്സി ആവും? അപ്പൊ അതിനെ ഞങ്ങൾ വിമർശിക്കണ്ടേ? അതോ അതെല്ലാം ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയണോ? അതായത് ഞാൻ എവിടെയാണ് ഇത് ഓർത്തഡോക്സ് ഫെയ്ത്ത് എന്ന് ഞാൻ ക്ലെയിം ചെയ്തിട്ടില്ലല്ലോ. ഞാനിപ്പോഴും ഓർത്തഡോക്സ് ചെല്ലുമ്പോൾ പറഞ്ഞിട്ട് അതെ 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 അത് എന്റെ പള്ളിയിലെ പെരുന്നാളിന് റാസയ്ക്കും അങ്ങനെയുള്ളതാണ്. അപ്പൊ എതിർക്കുമ്പോൾ കുറേയും കൂടെ അനുയോജ്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ജാതീയ ആചാരങ്ങൾ സഭയിൽ കാണപ്പെടുന്നു. അപ്പൊ അതിനെ ഒന്ന് എതിർപ്പ് കൂടെ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ അല്ല, അതെന്തിനാ എതിർക്കുന്നത്? ഇങ്ങനെയുള്ള അത് എങ്ങനെയാണ് അതെങ്ങനെ ശരിയാവുന്നത്? നിങ്ങൾ ചെല്ലുന്ന ദേശത്തിലെ മ്ലേച്ഛതകളെ നിങ്ങൾ നീക്കണമെന്നുള്ളതല്ലേ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. അതെ, അത് യഹോവയുടെ കൽപ്പനയല്ലേ? അത് തെറ്റാണ്. അഡാപ്റ്റബിലിറ്റി ആണ് ന്യൂ ടെസ്റ്റമെന്റ്. അല്ലാതെ നമ്മൾ ചെല്ലുന്നിടത്ത് എല്ലാം തച്ചുടക്കണം. അത് മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ട്. അള്ളാഹു യഹോവയ്ക്ക് സെയിം ആണ്. അതുകൊണ്ട് എവിടെ ചെന്നാലും അവിടുത്തെ പ്രതീകങ്ങളും സാംസ്കാരിക ചിഹ്നങ്ങളും കലാവസ്തുക്കളും ഒക്കെ തച്ച് തകർക്കുകയാണ്. ലൈബ്രറികൾ, ഗ്രന്ഥപ്പുരകളൊക്കെ തീയിടുകയാണ്. അങ്ങനെയാണ് മുസ്ലിങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. അവരെവിടെ ചെന്നാലും അവിടുത്തെ സംസ്കാരം തകർക്കണം, പള്ളിക്ക് തീ വെക്കുക. ഈ ഫ്രാൻസിൽ ഈയിടെ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു പള്ളി തീ കത്തിച്ച് കളഞ്ഞു. അപ്പൊ എല്ലാ പള്ളികളും തീ കത്തിച്ച് കളയണമെന്നും എല്ലാ അമ്പലങ്ങളും തച്ചുടയ്ക്കണമെന്നും എല്ലായിടത്തും ഇങ്ങനെ മോസ്കുകൾ പണിത് ഇവര് നിസ്കാരം നടത്തണമെന്നൊക്കെയാണ് മുസ്ലിങ്ങളുടെ ആഗ്രഹം. പെന്തക്കോസുകാരും അങ്ങനെ ആഗ്രഹിക്കുന്നു. അത് അങ്ങനെയല്ല. വൈവിധ്യമാർന്ന സംസ്കാരത്തെയും സാംസ്കാരിക ചിഹ്നങ്ങളെയും കലാവസ്തുക്കളെയും കലാരൂപങ്ങളെയും എല്ലാം നമ്മൾ ഉൾക്കൊണ്ട് അതിനെയൊക്കെ സാംശീകരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഹാർമോണിയസ് ആയിട്ട് നമ്മൾ ജീവിക്കണം. എല്ലാവരുമായിട്ട് നമ്മൾ ഒരുമയിലും സ്വരുമയിലും ഐക്യത്തിലും സ്നേഹത്തിലും സാഹോദര്യ ബന്ധത്തിലും ജീവിക്കണം. അതാണ് ശരിയായ ക്രിസ്ത്യാനി. അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു. ഉപ്പെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു കറിക്ക് അതോട്ട് നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പല കഷ്ണങ്ങൾ കാണും. അതിനകത്ത് ഇപ്പൊ വെണ്ടയ്ക്ക കാണും, കോവയ്ക്ക കാണും, വെള്ളരിക്ക കാണും, അല്ലെങ്കിൽ കത്തിരിക്ക കാണും, അങ്ങനെ പല മുരിങ്ങയ്ക്ക കാണും. ഇതുമായിട്ടെല്ലാം ഇഴുകിച്ചേർന്ന് ലയിച്ചു ചേർന്ന് ആ ഉപ്പിന്റെ പ്രസൻസ് പോലും ഒരു ഉപ്പിനെ എടുത്ത് കാണിക്കുന്നേ ഇല്ല. പക്ഷെ എല്ലായിടത്തും ആ ഉപ്പുണ്ട്. ഒരു ഉപ്പിന്റെ സ്വാദ് കൊടുത്ത് ഈ കറിയെ കൂടുതൽ മെച്ചമുള്ള കറിയാക്കി മാറ്റുക. അപ്പൊ നമ്മൾ ജീവിക്കുന്ന വൈവിധ്യമാർന്ന ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിൽ ഈ നാനാത്വവും ഈ വൈവിധ്യവും എല്ലാമുള്ള ഈ ബഹുസ്വരതയുടെ ഇടയിൽ നമ്മൾ അതിനെല്ലാം തന്നെ ഒരു അനുഗ്രഹമായി ഒരു ക്രിസ്ത്യാനി ജീവിക്കണമെന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. അല്ലാതെ നമ്മൾ വെള്ളരിക്കായ എടുത്ത് കളഞ്ഞു, കത്തിരിക്കായ എടുത്ത് കളഞ്ഞു, കുമ്പളങ്ങ എടുത്ത് കളഞ്ഞു, മുരിങ്ങക്കായ എടുത്ത് കളഞ്ഞു, എല്ലാം പോട്ടെന്ന് പറഞ്ഞിട്ട് ചോറിന്റെ സൈഡിൽ കുറച്ച് ഉപ്പുകല്ല് മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ആളുകൾ ഭക്ഷണം കഴിക്കും? നോയലെ ഇപ്പൊ നോയലിന്റെ ചിന്തയൊക്കെ, നോയലൊരു ചെറുപ്പക്കാരനല്ലേ, നോയലിന്റെ ചിന്തയൊക്കെ മാറി. ഓക്കെ പാസ്റ്റർ, അങ്ങനെയാണെങ്കിൽ ബൈബിളില് ഇപ്പൊ എനിക്ക് റെഫറൻസ് ഓർമ്മയില്ല. ഇപ്പൊ ഡിബേറ്റ് മൂഡിലൊന്നും അല്ലല്ലോ പോകുന്നത്, അതുകൊണ്ട് ഞാൻ റെഫറൻസ് വെക്കുന്നില്ല. പൗലോസ് ലീഗ, അതെ ഓക്കെ, പൗലോസ് ലീഗ ആണെന്നാണ് എന്റെ ഓർമ്മയില്. അപ്പോസ്തല പ്രവർത്തനങ്ങളിലാണെന്നാണ്. 17 അധ്യായത്തിൽ ഏതൻസ് പ്രസംഗിക്കുന്ന പറഞ്ഞു. അവിടല്ല, അവിടെ കൊടുക്കുന്നുണ്ട്. പുള്ളി പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് കണ്ടപ്പോൾ അവന്റെ ഹൃദയം ചൂട് പിടിച്ചു. എരിവ് പിടിച്ചെന്ന്, അത് എരിവ് പിടിച്ചെന്ന്. അതെ അതെ. അപ്പൊ ആ എരിവ് പിടിച്ചെന്ന് അവിടെ കൊടുത്തിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൾച്ചർ അഡാപ്റ്റ് ചെയ്യാനാണെങ്കിൽ ഈ പറഞ്ഞ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ എന്തുകൊണ്ട് ഇത് കണ്ട് എരിവ് പിടിക്കേണ്ട പോകുന്നു? അല്ലെങ്കിൽ പുള്ളി എന്തുകൊണ്ട് ഇതിനെ അഡാപ്റ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് പുള്ളി അതിനെതിരെ മിണ്ടിയതടക്കം? അത് പറയാം. അതായത് അവര് റോങ് ഗോഡ്സിനെ വർഷിപ്പ് ചെയ്യുമ്പോൾ ട്രൂ ഗോഡിന്റെ റെവലേഷൻ ഈ യഹൂദന്മാരോട് പറയാനാണ് പൗലൂസ് പോയത്. മനസ്സിലായോ? അതുകൊണ്ട് അവരോട് ആ ട്രൂ ഗോഡിനെ പറ്റി പറയുന്നു, അല്ലാതെ പൗലൂസ് അവിടെ വഴക്കുണ്ടാക്കിയൊന്നുമില്ല. അതാണ് എരിവ് പിടിച്ചെന്ന് പറഞ്ഞത്. പക്ഷെ എരിവ് പിടിച്ചതുകൊണ്ടാണ് അർത്ഥമാക്കുന്ന പുള്ളിയുടെ ഒരു അസ്വാരസ്യമല്ലേ? അല്ല, അത് നമുക്ക് ഇന്നത്തെ രീതിയിൽ തോന്നുന്നതാണ്. നമുക്ക് ഇന്നത്തെ രീതിയിൽ തോന്നുന്നതാണെങ്കിൽ പിന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ അതിന്റെ റെഫറൻസ് ഞാൻ മറന്നുപോയി. ഇതാണ് രണ്ടിടത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ രക്തം ശ്വാസം മുട്ടിച്ചത്തത് പരസംഗം, ഇവ നിങ്ങൾ വെർജിക്കണം പറയുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാം അഡാപ്റ്റ് ചെയ്യേണ്ടവരാണെങ്കിൽ എന്തിനാ ഈ കാര്യങ്ങൾ നമ്മൾ വെർജിക്കുന്നു? കൂടുതൽ ഭാരം ചുമത്തരുതെന്നല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്? അതെ, അല്ലെ? പക്ഷെ നമുക്ക് എല്ലാം അഡാപ്റ്റ് ചെയ്യാം. പറയട്ടെ അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെ? ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരോട്, അല്ല പുറത്തുള്ളവരോടാണോ ആ കൽപ്പന? വിശ്വാസത്തിലേക്ക് വന്നവരോടാണ്. ഓക്കെ ഫൈൻ. അല്ല, വിശ്വാസത്തിലേക്ക് വന്നവർ ഇന്നലെ വരെ മറ്റൊരു വിശ്വാസത്തിലായിരുന്നല്ലോ. അപ്പൊ ആ വിശ്വാസത്തിന്റെ ഇടയ്ക്കൂടെ യേശുക്രിസ്തുവിനെ വെച്ചുകൊണ്ട് അവർക്ക് പോരായിരുന്നു? മതിയായിരുന്നു. പക്ഷെ അവർ സഭയിലേക്ക് വന്നപ്പോൾ ആ സഭയ്ക്കുള്ളിലെ കാര്യം കാണുന്നത് ഡിസിപ്ലിൻ ഇൻസൈഡ് ദ ചർച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഡിസിപ്ലിൻ ഇൻ ദ സൊസൈറ്റി അല്ല. സൊസൈറ്റിയിൽ നമ്മൾ അസഹിഷ്ണുത കാണിക്കുകയോ അസ്വാരസ്യം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അത് നമ്മൾ ഈ ചർച്ചിലെ കാര്യം അംഗീകരിച്ചല്ലോ. അപ്പൊ ചർച്ചിലെ കാര്യം നോയൽ ഇപ്പൊ ഈ പറയുന്ന ഒരു കാര്യം, റെവലേഷൻ പ്രോഗ്രസീവ് ആണ്, അത് സ്റ്റാറ്റിക് അല്ല. അത് ഒറ്റ സെക്കൻഡ് കൊണ്ടല്ല ഈ സഭയുടെ
ലോകവീക്ഷണവും സഭയുടെ ദർശനവും എല്ലാം രൂപപ്പെട്ടത് ക്രമേണയാണ്, ഗ്രാജുവലി ആണ്. അപ്പൊ അതുകൊണ്ട് ഈവൻ പൗലുസ്ലീഹ അടിസ്ഥാനം വിട്ടു എന്നേ പൗലുസ്ലീഹ പറയുന്നുള്ളൂ. അടുത്ത് പറയുന്നത് മറ്റൊരുത്തൻ അതിന്റെ മീതെ പണിയുന്നെന്നാ പറയുന്നത്. അപ്പം പൗലുസ്ലീഹയുടെ അടിസ്ഥാനത്തിന്റെ മീതെ പണിത് പൊങ്ങുകയാണ്. ഇപ്പൊ നമ്മളൊരു വീടിന്റെ അടിത്തറ കെട്ടിയിട്ടു, ആ പറമ്പ് വിറ്റു, വേറൊരാൾ വരുമ്പം ഈ അടിത്തറ കെട്ടിയിട്ട് ആ അടിത്തറയെന്ന് പണിയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അയാൾ പ്രതീക്ഷിച്ച രീതിയിലല്ല, അയാൾ കണ്ട രീതിയല്ല ഈ വീട് പണിയുന്നത്. അതുകൊണ്ടാണ് വീട് പണി എന്ന് സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ലോകത്ത് അതുകൊണ്ടാണ് കാലാകാലങ്ങളിലുള്ള കൗൺസിലുകൾക്ക് പ്രാധാന്യമുള്ളത്. ആ കൗൺസിലുകളെ പരിശുദ്ധാത്മാവ് നയിക്കുകയും ആ കൗൺസിലുകളിലെ തീരുമാനം അനുസരിച്ചാണ് സഭ പോകുന്നത്. അതുകൊണ്ട് സഭയുടെ ദർശനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും ഈ മുസ്ലിങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ പുസ്തകം എടുത്തു വെച്ച് അങ്ങോട്ട് തിരിച്ചു നടക്കണമെന്ന് പറയുന്നത് പോലെ ബൈബിള് മുസ്ലിങ്ങൾ ഖുർആനെ കാണുന്ന പോലെ ബൈബിളിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഇരുമ്പലൊക്കെ തന്നിട്ടില്ല, നമുക്ക് അടിസ്ഥാനമാണ് തന്നിട്ടുള്ളത്. ആ അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നമ്മൾ ലോകത്തിന്റെ ഗതിയിൽ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. അപ്പോഴാണ് നമുക്ക് ഈ കൾച്ചറൽ അഡാപ്റ്റേഷനും ഒക്കെ വരുന്നത്. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ആ കൾച്ചറിനെ അഡാപ്റ്റ് ചെയ്ത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ ഇതേ നിങ്ങൾ കലഹത്തിന് ആഹ്വാനം ചെയ്യുന്നതാണ് നോയൽ. പെന്തക്കോസ്ത് രീതി കലഹത്തിന് ആഹ്വാനം ചെയ്യാണ്. ഇപ്പൊ നോയൽ ഒരു കലഹത്തിനാണ് ആഹ്വാനം ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ. അപ്പൊ ഇതേ കണ്ണിലൂടെ തന്നെ പെന്തക്കോസ് ആരാധന ഈ പറഞ്ഞ യാക്കോബൈറ്റ് ഓർത്തഡോക്സ് സഭകളിലേക്ക് കടന്നു വരുന്നു, അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങൾ, ഒരു കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ വരുന്നു. അതിനെയും ഇതേ രീതിയിൽ തന്നെ അഡാപ്റ്റ് ചെയ്തുകൂടെ? എന്തുകൊണ്ടെന്നേരം മറ്റൊരു കാര്യത്തെ ഈ പറഞ്ഞ രീതി പ്രകാരം ജസ്റ്റിഫൈ ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ ക്രിസ്ത്യാനിറ്റിക്ക് തന്നെ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ ഇതേ റീസൺ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുകയും ചെയ്യുന്നു. അപ്പൊ പെന്തക്കോസുകാരെ എന്തിനു നമ്മൾ അങ്ങനെ മാറ്റി നിർത്താം? അതായത് നമുക്ക് മാറ്റി നിർത്തുന്നില്ല. നമ്മളിപ്പോ ഒരു മരത്തിൽ ഒരു നീറിരിക്കുമ്പോൾ നമുക്ക് അതിനെ സ്നേഹത്തോടെ, സൗമനസ്യത്തോടെ, ആർദ്രതയോടെ, കരുണയോടെ, പ്രകൃതി സ്നേഹത്തോടെ കാണാം. ആ ബ്യൂട്ടിഫുൾ ഒരു നീറ് ആ മരത്തെ കൂടെ പോകുന്നു. പക്ഷെ ആ നീറ് നമ്മുടെ നിക്കറിനകത്ത് കയറുമ്പോഴോ അതേ ആർദ്രതയോടെയാണ് കാണുന്നത്. അപ്പൊ പെന്തക്കോസ്തുകാര് പാട്ട് പാടുന്നതിനോ ഡ്രം അടിക്കുന്നതിനോ ഒന്നും നമുക്ക് വിരോധമില്ല, കൊള്ളാം. പക്ഷെ നമ്മുടെ പള്ളിക്കകത്ത് കയറി അവർ ആ പഠിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അത് ഉൾക്കൊള്ളുന്നില്ല. അത് ഞാൻ വിമർശിക്കുന്നു. എന്തിനാണ് ബ്രോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നത്? നിങ്ങൾക്കൊരു മതസൗഹാർദ്ദത്തിൽ പോയിക്കൂടെ? ചോദിക്കുക ഈമ പറയുന്നത് മതസൗഹാർദ്ദമാണ് വേണ്ടത്. അപ്പൊ പെന്തക്കോസുകാരെ മാറ്റി നിർത്തരുത്. അവര് കടമെടുക്കുന്നവരെ കൂടെ കടമെടുക്കണം. ഇതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ അതും നമ്മൾ ഉൾക്കൊള്ളണം, അവരെയും കൂടെ ഉൾക്കൊള്ളണം. അവരെ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ എന്റെ അഭിപ്രായത്തിൽ എല്ലാ മതവും സൗഹൃദമായി കൈകോർത്ത് മുന്നോട്ട് പോകണം. അങ്ങനെ സൗഹൃദമായിട്ട് പോകണം. അപ്പൊ പെന്തക്കോസുകാരോടുള്ള സൗഹൃദത്തിന്റെ പരമായിട്ട് നമ്മൾ അവിടുന്ന് എന്ത് ചെയ്യുന്നു? നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളൊക്കെ നടത്തി നമ്മൾ പോകുന്നു. അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ആരെ അടിച്ചേൽപ്പിക്കുന്നില്ലല്ലോ. നമുക്ക് നമ്മുടെ പള്ളിയിൽ വാങ്കൂടെ വിളിക്കുകയാണെങ്കിൽ നല്ലതല്ലേ നോയല്ലേ? അപ്പൊ മുസ്ലിങ്ങളല്ലേ എണ്ണം കൂടുതലും എന്തൊക്കെ ചെയ്യണം. നമ്മൾ പള്ളിയിലെ ബാങ്ക് വിളിക്കണം, മോസ്കിൽ നടത്തണം. കുട്ടികൾ അടിമപ്പെട്ടു പോയി നശിച്ചു പോകാറുണ്ട്. അതേപോലെ ഈ അഴിഞ്ഞാടും ഇത് കേട്ടെ രണ്ടിനെ ഇറക്കി വിടും. നിങ്ങൾ രണ്ടും കൂടെ പോയി നിങ്ങളുടെ സ്വന്തം റൂം ഇട്ട് തല്ലിക്കോളുക. ഇവിടെ ഈ പരിപാടി നടക്കത്തില്ല. അതാ പറഞ്ഞത്, നിങ്ങൾ രണ്ടും കൂടെ പൊക്കോളുക. ഇവിടെ ഒരു കോൺവെർസേഷൻ നടക്കുന്നത് ഇതിനെ ഡീറെയിൽ ചെയ്യാനായിട്ട് നിങ്ങൾ രണ്ടും കൂടെ ഇവിടെ ഇരിക്കാൻ രണ്ടിനെ ഇറക്കി വിടും. അടിച്ചു കൊടുത്താൽ ഞാൻ എന്താ ചെയ്ത ബ്രോ? ഈ മാത്തുകുട്ടി പരിഗണിക്കുക. അല്ലല്ല, അവര് തമ്മിൽ സംസാരിക്കല്ലേ, നോയിലും ഷൂപാസ്റ്ററും തമ്മിൽ സംസാരിക്കല്ലേ, സാരാഗ്രഹിയോട് സംസാരിച്ചോണ്ടിരിക്കുക. അതൊന്ന് സംസാരിക്കട്ടെ പ്ലീസ്. ആലോചിച്ചു ഈ ആന്റോന് ഒരു ഡിബേറ്റ് തോപ്പിച്ചു. അതിന്റെ ഇതാ ഇത് നോയലെ കണ്ടിന്യൂ ചെയ്ത് ഇത് നിങ്ങൾ ചുമ്മാ വന്നിട്ട് ഇത് അലമ്പാക്കാതെ പോ. രണ്ടു പോ. ആന്റോ, ആ പഴയ കാര്യം വിടൂ. നിങ്ങള് തെറ്റായ പോയിന്റ് പറഞ്ഞോണ്ടല്ലേ ഞാൻ അതിനെ എതിർത്ത് പറഞ്ഞേ. അതിനിങ്ങനെ എന്തിനാണ്? എന്തൊരു കഷ്ടത്. തമ്മിൽ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ ഫൈൻ. അതായത് പാസ്റ്റർ, അപ്പോ ഞാൻ ഇത്രയും പോയിന്റ്സ് എടുത്തപ്പോ പാസ്റ്റർ അപ്പൊ അവിടുത്തെ ട്രഡീഷണൽ കൾച്ചറിനെ തള്ളിക്കളയണ്ട എന്നുള്ള ലൈനിലാണ് സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ സഭയിലെ മെത്രാപ്പോലീത്താമാരുടെ അടക്കം നേതൃത്വത്തില് സഭയിലേക്ക് കടന്നു വരുന്ന കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളെ അതിനൊരു പെന്തക്കോസ് ആരാധന ചായ ഉണ്ടെന്ന് പറഞ്ഞ് എന്തിനാണ് മാറ്റിയെടുക്കുന്നത്? സഭ തന്നെ, സഭയുടെ അതാത് ഭദ്രാസന മെത്രാപ്പോലീത്താമാർ, അതാത് ഭദ്രാസന മെത്രാപ്പോലീത്താമാര് കൊണ്ടുവരുന്ന രീതി. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞങ്ങളുടെ ഓർത്തഡോക്സ് ആണെങ്കിൽ പാരിഷ് മിഷന്റെ നേതൃത്വത്തിൽ പള്ളിയിൽ വന്ന സുറിയാനി കുർബാനയും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ധ്യാന പ്രസംഗങ്ങളും നടത്തുന്നു. അപ്പൊ ഒരു ധ്യാന പ്രസംഗ രീതികൾക്ക് ഒരു പെന്തക്കോസ് ചായ പോലൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അവിടുത്തെ ഇടവികാരികൾക്കോ വിശ്വാസികൾക്കോ ഭദ്രാസന മെത്രാപ്പോലീത്തക്കോ
കാതോലിക്ക ബാബയ്ക്കോ പോലും അവിടെ പ്രശ്നം വരുന്നില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഈ പെന്തക്കോസ് ആരാധന കടന്നുകയറ്റമാണെന്ന് പറഞ്ഞ് കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളെ എതിർക്കേണ്ട ആവശ്യം? ബിക്കോസ് മറ്റു മതസ്ഥരുടെ കാര്യങ്ങൾ നമുക്ക് ഇത്രത്തോളം അഡാപ്റ്റ് ചെയ്ത് അവനെ ചേർത്ത് പിടിക്കാൻ അതിന്റെ കാര്യം ഇപ്പൊ അവരതിനെ സ്വീകരിക്കുന്നുണ്ടല്ലോ. ഞാൻ അതിനെ എതിർക്കുന്നത് അത് നാശകരമായ മതഭേദമാണ്. അത് ലോങ് റണ്ണിൽ നിൽക്കുകയല്ല. ഇപ്പം യാക്കോബായ വിശ്വാസം 2000 കൊല്ലം നിന്നു, ഈ കാലത്തെ അതിജീവിച്ചത് നിലനിന്നു. പക്ഷെ ഈ പെന്തക്കോസ്തിന്റെ ഈ സംഗതി കയറി കഴിഞ്ഞാൽ 50 കൊല്ലത്തിനകത്ത് കംപ്ലീറ്റ് ഇല്ലാതായി പോകും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാനതിന് തെറ്റാന്ന് പറയുന്നത്. അതിന് നിലനിൽക്കാനുള്ള കരുത്തില്ല. അത് കത്തോലിക്ക സഭയിലും ഈ കരിസ്മാറ്റിക്കിലൂടെ അത് കയറി കഴിഞ്ഞാൽ കത്തോലിക്ക സഭയ്ക്കും ദോഷമേ ചെയ്യത്തുള്ളൂ, ഗുണമൊന്നും ചെയ്തില്ല. ഓക്കെ ഫൈൻ. അത് ദോഷമാണെങ്കിൽ അത് അതാത് സഭാവിശ്വാസികളും ഇടവക പട്ടക്കാരും ദേശത്ത് പട്ടക്കാരും അതുപോലെ തന്നെ ഭദ്രാസന മെത്രാപ്പോലീത്തയും കാതോലിക്ക ബാബയ്ക്ക് ഈ കാര്യം ഓൾറെഡി അറിയാമല്ലോ. സ്വന്തമായി 4 3 ഡോക്ടറേറ്റ് ഉള്ളവരെയല്ലേ ഇവരെല്ലാവരും. അപ്പൊ ഇവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം നമ്മൾ എന്തിനാണ് കുത്തിപ്പോ? അവർക്ക് പ്രശ്നമില്ലെന്ന് വെച്ചാൽ എനിക്ക് പ്രശ്നമുണ്ടെന്നേ. എനിക്ക് ഇഷ്ടമുള്ള കാര്യം എനിക്ക് പറയുന്നില്ലേ. എന്ത് കഷ്ടമാണ് അവർക്ക് തോന്നുന്നത് എനിക്ക് പറയാനുള്ളതുണ്ടോ? ശിവപാസ്റ്ററിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ടായിരുന്നെങ്കിൽ ഓക്കെ ഫൈൻ. അത് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ടല്ലേ ഞാൻ പറയുന്നത്, അല്ലാതെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ടല്ലേ ഞാൻ പറയുന്നത്, അല്ലാതെ വേറെ ഒപ്പീനിയൻ വല്ല എനിക്ക് പറയാൻ പറ്റുമോ? ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.